ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 3 ഫ്ലേവറിലുള്ള ഒരു കേക്കാണിത്. ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രത്തിൽ ഒരു റിംഗ് വെച്ച ശേഷം അടച്ച് പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. നല്ല ക്ലീനായ ഒരു ബൗളിലേക്ക് 4 മുട്ട എടുക്കാം. ഇത് കുറച്ച് ബീറ്റ് ചെയ്ത ശേഷം പഞ്ചസാര ചേർക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മൊത്തമായും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഓയിൽ ചേർത്ത ശേഷം ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഫ്ലോർ മൊത്തമായും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ 3 ബൗളുകളിലേക്ക് ഈക്വലായി മാറ്റാം. 2 ബൗളിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ചേർത്ത 1 ബൗളിലെ ബാറ്റർ നന്നായി മിക്സ് ചെയ്യാം. വാനില ഫ്ലേവറിലുള്ള ബാറ്ററാണിത്. ഇത് മാറ്റി വയ്ക്കാം. വാനില എസൻസ് ചേർത്ത മറ്റേ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാം. ചോക്ലേറ്റ് ഫ്ലേവറും ആയിട്ടുണ്ട്. ഇതും മാറ്റി വയ്ക്കാം. അടുത്ത ബൗളിലേക്ക് 1/4 ടീസ്പൂൺ സ്ട്രോബെറി മിക്സ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വാനില ഫ്ലേവറും ചോക്ലേറ്റ് ഫ്ലേവറും സ്ട്രോബെറി ഫ്ലേവറും കൂടി ചേർന്നിട്ടുള്ള ഒരു കേക്കാണിത്. ഈ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ടിന്നിനടിയിലും സൈഡിലുമൊക്കെ ഓയിൽ ബ്രഷ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടിന്നൊന്ന് ചരിച്ച് വെച്ച ശേഷം വാനില ഫ്ലേവറിലുള്ള ബാറ്റർ ടിന്നിൻ്റെ സൈഡിലായി ഒഴിച്ചു കൊടുക്കാം. മറു സൈഡിലായി സ്ട്രോബെറി ഫ്ലേവറിലുള്ള ബാറ്ററും ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായി ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
വൈറ്റ് ബാറ്ററും റെഡ് ബാറ്ററും ജോയിൻ ചെയ്യുന്ന മിഡിൽ ഭാഗത്തുകൂടി ഈ ചോക്ലേറ്റ് ബാറ്റർ ഏറ്റവും അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബാറ്റർ താഴേക്ക് ഇറങ്ങുന്നത് വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ബാറ്റർ മൊത്തം ഒഴിച്ച ശേഷം ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ മാത്രമാണ് മുകളിലുണ്ടായിരുന്നത്. നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിരുന്ന അലൂമിനിയം പാത്രത്തിനുള്ളിലേക്ക് വെച്ച് അടച്ച് 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് തണുത്ത ശേഷം ടിന്നിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. കേക്ക് നന്നായി തണുത്ത ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.